കാര്യത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ വിജ്ഞാപനങ്ങളും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ മഞ്ഞക്കുറ്റികളും റദ്ദാക്കിക്കൊണ്ടുള്ള പുതിയ UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രി VD സതീശന്റെയും പ്രഖ്യാപനം. 5 വർഷത്തിലേറെ 10,000-കണക്കിന് കുടുംബങ്ങളെ സ്വന്തം മണ്ണിൽ തടവുകാരാക്കിയ ഒരു ഭ്രാന്തൻ പദ്ധതിയെ ഒരു മന്ത്രിസഭാ യോഗം കൊണ്ട് ഇല്ലാതാക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ പോലീസ് മർദ്ദനത്തിനും കേസുകൾക്കും ഇരയാക്കിയ മുൻ ഭരണകൂടത്തിന്റെ ശൈലിക്ക് വിരുദ്ധമായി മനുഷ്യത്വപരമായ തീരുമാനമെടുക്കുവാൻ ഇത്രയൊക്കെ സമയമേ വേണ്ടുവെന്ന് ഈ സർക്കാർ തെളിയിച്ചു. എന്നാൽ ഇതേ ഇച്ഛാശക്തിയും മനുഷ്യത്വവും മുനമ്പത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് മുനമ്പം ജനത. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. മുനമ്പത്തെ വഖഫ് കുറ്റികൾ ആര് പിഴുതെറിയും? പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മുനമ്പം ജനതയുടെ മുന്നിൽ വന്ന് UDF അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് തീർക്കും എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. ആ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് മുനമ്പം ജനത. ഇത് ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ വിഷയം ഉപയോഗിക്കുകയാണ്. ഇതൊരു മതപരമായ പ്രശ്നമല്ല, ഇത് ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. വഖഫ് നടത്തിയെന്ന് 1950 പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. ആ വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് വഖഫ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി അല്ല. കാരണം ഇവർ ഈ കയ്യേറ്റക്കാരല്ല. ഈ വഖഫ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവരിവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. മാത്രമല്ല, വഖഫ് നടത്തുമ്പോൾ വഖഫ് നിയമം അനുസരിച്ച് കണ്ടീഷൻ എഴുതി വയ്ക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടും എന്ന് പറയില്ല. തിരിച്ചു കിട്ടില്ല, അത് പെർമനൻ്റാണ്. അപ്പോൾ നിയമപരമായി അത് നിലനിൽക്കില്ല. പറ്റിയതെന്ന് പറഞ്ഞാൽ 2008 VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഒരു കമ്മീഷനെ വെച്ചു, നിസാർ കമ്മീഷൻ. ആ കമ്മീഷൻ പറഞ്ഞത് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. പിന്നീട് വന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു നടപടിയും വഖഫ് ബോർഡ് എടുത്തില്ല. 2019 TK ഹംസ വഖഫ് ബോർഡ് ചെയർമാനായി വന്നപ്പോൾ ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ട് നടപടിയിൽ തുടങ്ങി. 2022 അതുവരെ ഇവർ കരം അടച്ചുകൊണ്ടിരുന്നതാണ്. 2022 അവരുടെ കരം അടയ്ക്കൽ നിർത്തി. അപ്പോൾ അവർക്ക് അവരുടേതല്ല ഭൂമി എന്നുള്ള സ്ഥിതി വന്നു. ഇതിനകത്ത് ഒരു മതപരമായ ഭിന്നിപ്പിൻ്റെ ഒരു വിഷയമില്ല. എല്ലാ മുസ്ലിം സംഘടനകളും തന്നെ ഇവരെ കുടിയൊഴിപ്പിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി മാറ്റാൻ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രമിക്കുന്നതാണ്. എല്ലാ മുസ്ലിം സംഘടനകളും ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ അവർക്ക് അവകാശം ഉറപ്പിച്ച് കിട്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും, നിയമപരമായും പോരാടും. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു തരത്തിൽ കുടിയൊഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കരമടപ്പിക്കാതിരിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഗവൺമെൻറ്റിന് വളരെ എളുപ്പത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. വളരെ നന്നായി ചെയ്യാം. ഈ കേന്ദ്രത്തിൽ പാസ്സാക്കുന്ന വഖഫ് ബില്ലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ വഖഫ് ബില്ല് പാസ്സാക്കിയാലും ഇവർക്ക് ഈ ഭൂമി കിട്ടണമെന്നില്ല. അപ്പോഴും തർക്കം വേറെ നിൽക്കും. അവിടുത്തെ വഖഫ് ബില്ലിനെ ഞങ്ങളെല്ലാം എതിർക്കുവാണ്. കാരണം എന്താ, 11-അംഗ വഖഫ് ഡയറക്ടർ ബോർഡിൽ 2 പേര് അമുസ്ലിങ്ങൾ വേണമെന്ന് പറയാം. പിന്നെ വഖഫിൻ്റെ CEO എന്ന് പറയുന്നയാൾ മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ലെന്ന്. അതാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ ചോദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറെ മുസ്ലിമായിട്ടുള്ള ഒരാളെ വയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ മാതിരി വഖഫ് ബോർഡിൽ അമുസ്ലിമായിട്ടൊരാളെ വെക്കണമെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നടത്തുന്ന ഇതാണ്. അതിനെ നമ്മൾ പിന്തുണച്ചാൽ നാളെ ചർച്ച് ബില്ല് വരും, ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ബില്ല് വരും. അപ്പോഴും ഞങ്ങൾ എതിർക്കും. മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊരു മതപരമായ ക്രൈസ്തവ ഇസ്ലാം പ്രശ്നമല്ല. മുഴുവൻ ഇസ്ലാമിക നേതാക്കന്മാരും സംഘടനകളും ഈ സാധാരണക്കാരായ ഇവിടെ ഈ 114 ഏക്കറിൽ താമസിക്കുന്ന സാധാരണക്കാരെ കൂടെയാണ്. ഞങ്ങൾ കൂടി മുൻകൈയെടുത്ത് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തും. ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ ഒരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ അനുവദിക്കാൻ പാടില്ല, മുതലെടുപ്പ് നടത്താൻ അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ നിലപാട്. സംസ്ഥാനം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം അത് വഖഫ് ഇത് സംബന്ധിച്ചൊരു ബില്ല് അവിടെ പാർലമെൻറ്റിൽ പെൻഡിങ് ആയ സമയത്ത് അതിനെന്തുമൂലം നിയമപ്രാബല്യം ഉണ്ടെന്നുകൂടി അത് പരിശോധിക്കണം. ഗവൺമെൻറ്റിന് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന കാര്യമാണ്. കാരണം ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ആളുകളാണ് വഖഫ് ബോർഡിലിരിക്കുന്നത്. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള നിലപാട് വഖഫ് ബോർഡ് എടുത്താൽ മതി. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. ഇത് അവരതിനു മുമ്പേ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. പിന്നെ ഇത് ഈ വഖഫ് നിയമം അനുസരിച്ചിട്ടുള്ളത് ഇവരെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് 1988 5 സെൻറ്റ് വെച്ചുള്ള ബാക്കി തുക പൈസ അടച്ചിട്ട് അവരുടെ ആക്കിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ പൈസ മേടിച്ച ഭൂമി എങ്ങനെയാണ് വഖഫ് ഭൂമി ഒന്നാവില്ല. അത് എല്ലാവരും അതിനകത്ത് അനുകൂലമായ
നിലപാടാണ്. അത് കുറച്ച് പേര് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ഇപ്പോഴേ രഹസ്യം പുറത്തുവിടാൻ പറ്റും. നക്ഷത്രമില്ലാത്ത ചോദ്യം അറിയാമല്ലോ. ഇതിനൊന്നും പൊതുപ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളൊക്കെ സർക്കാരും ലെജിസ്ലേച്ചർ സെക്രട്ടറിയും കൂടി ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെതിരെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. സ്പീക്കർ അതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സഭയിൽ ഇന്ന് മുഖ്യമന്ത്രി ആ ചോദ്യത്തിനോട് ഒരു ഭാവമാണ്. മൊത്തം അതായിരുന്നല്ല. വാക്കാണ് പ്രധാനമെന്ന് അദ്ദേഹം തന്നെ പലവട്ടം ആവർത്തിക്കുമ്പോഴും മുനമ്പത്തെ മനുഷ്യരുടെ നെഞ്ചിൽ തറച്ച വഖഫ് എന്ന ആണി വലിച്ചൂരുവാൻ എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് ചോദിക്കുകയാണ് മുനമ്പം ജനത. സിൽവർ ലൈൻ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞ അതേ വേഗതയിൽ മുനമ്പത്തെ വഖഫ് കുറ്റിയും പറിച്ചെറിയുവാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. സമരം തുടങ്ങിയ നാൾ മുതൽ മുനമ്പം ജനത വലിയ കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനു പുറമെ ഇപ്പോൾ കുടിവെള്ളം പോലും കിട്ടാത്ത ക്രൂരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, സ്വന്തം മണ്ണ് വിൽക്കാനോ വാങ്ങാനോ മക്കളുടെ വിവാഹാവശ്യത്തിന് പണയപ്പെടുത്താനോ സാധിക്കാതെ ഈ മനുഷ്യർ സ്വന്തം നാട്ടിൽ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാതെ മത്സ്യത്തൊഴിലാളികൾ കിട്ടുന്ന വിലയ്ക്ക് മണ്ണ് വിറ്റ് ഓടിപ്പോകുമെന്ന് ആരും കരുതേണ്ടതില്ല എന്നാണ് മുനമ്പം ജനത ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നത്. കേരള ഹൈക്കോടതി മുനമ്പം ഭൂമി വഖഫല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്യുകയും യഥാസ്ഥിതി നിലനിർത്തുവാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായ ഈ സങ്കീർണത നിലനിൽക്കുമ്പോഴും ഒരു ജനാധിപത്യ സർക്കാരിന് നിയമനിർമ്മാണത്തിലൂടെയോ കൃത്യമായ ഇടപെടലുകളിലൂടെയോ പാവപ്പെട്ട മനുഷ്യർക്ക് സംരക്ഷണം നൽകാൻ കഴിയും. സിൽവർ ലൈൻ റദ്ദാക്കിയതുപോലെ വഖഫ് നിയമങ്ങളുടെ പ്രാകൃത വ്യാഖ്യാനങ്ങളിൽ നിന്ന് നിരപരാധികളെ മോചിപ്പിക്കുവാൻ സർക്കാർ എത്രയും വേഗം തയ്യാറാകണമെന്നാണ് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2024 ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ വന്ന് ഞങ്ങളോട് ക്രിസ്മസ് കേക്ക് പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രശ്നം തീർച്ചയായിട്ടും പരിഹരിക്കും, 10 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ എന്നന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്ത് അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങളുടെ കുടുംബ യൂണിറ്റുകളുണ്ടായിരുന്നു. കുടുംബ യൂണിറ്റുകളിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് വരും. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞങ്ങളുടെ 610 കുടുംബങ്ങൾക്കും ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഏകദേശം ഒരു 500 ദിവസത്തിനടുത്ത് അല്ലേ ഒരു സമരം ഇവിടെ തുടർന്നു കൊണ്ടുവന്നിരുന്നു. നിലവിൽ ഈ ഒരു മുനമ്പം വിഷയത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് വന്നു നിൽക്കുന്നത്? അവസാനമായിട്ട് നമ്മൾ LDF സർക്കാർ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കാമെന്ന് 2 മന്ത്രിമാർ ഞങ്ങൾക്ക് വന്ന് വാക്ക് നൽകുകയും അതോടൊപ്പം തന്നെ ഞങ്ങളതോട് സഹകരിച്ച് ഞങ്ങളുടെ ഉപവാസ സമരം ഞങ്ങൾ നിർത്തിവയ്ക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം വീണ്ടും കോടതി കേസുകൾ വന്നു. അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതി കേസ് ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്റ്റേ ഓർഡേഴ്സും വന്നു. അതിങ്ങനെ കേസുകൾ കോഴിക്കോടും ഇവിടെ ഹൈക്കോടതിയിലും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും കേസുകളുണ്ടായിരുന്നു. ഏതായാലും അതൊരു സൈഡ് പോകുന്ന ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ ഇടപാടിൽ അതെങ്കിൽ ഭരണ ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായിട്ട് അച്ഛൻ ഈ ഒരു നിയമപരമായ ഇതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. പല നിയമപ്രശ്നങ്ങളും ഹൈക്കോടതി വരെ പോയിട്ടുണ്ട്. ഈ വഖഫ് ട്രൈബ്യൂണൽ കോടതിയിൽ ഇപ്പോഴും അച്ഛൻ അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. എത്തരത്തിലാണ് ഈ ഒരു വി ഡി സതീശൻ അന്ന് നൽകിയ ഒരു ഉറപ്പ്, ഒരു 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഉടനെ തന്നെ എന്ന രീതിയിൽ തന്നെ ആയിരിക്കാം, എങ്ങനെ ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇത്രയും നിയമത്തിൻ്റെ സങ്കീർണതകൾക്കിടയിൽ ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കാൻ പൂർണ്ണമായി മുനം ജനതയ്ക്ക് അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു പരിഹാരം എങ്ങനെ സാധ്യമാകുമെന്നാണ് അച്ഛൻ കരുതുന്നത്? തീർച്ചയായിട്ടും ഇത് സാധിക്കുമെന്നാണ് നിയമോപദേശകർ പറയുന്നത്. കാരണം ആദ്യം മുതൽ നമ്മുടെ മെത്രാൻ സമിതിയോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളോടും ആദ്യം മുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത് മുഹമ്മദ് ഷാ അഡ്വക്കേറ്റാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വഖഫ് നിയമങ്ങളിലൂടെ വായിച്ച് കടന്നുപോയിരിക്കുന്നത് കൊണ്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരികയും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റിൻ്റെയും നിർദ്ദേശത്തോടു കൂടി വഖഫ് മന്ത്രിയോടുകൂടി ഈ പ്രശ്നം തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുതന്നെ ഞങ്ങളോട് കുഞ്ഞാലിക്കുട്ടി സാർ 2 പ്രാവശ്യം വഖഫ് മന്ത്രിയായിരുന്നു. അതുപോലെ ശിഹാബ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുമെന്ന്. അപ്പോൾ ഞങ്ങളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്, കാരണം ഈ പുതിയൊരു ഭരണം വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഈ ഒരു കാര്യത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഇലക്ഷന് മുമ്പ് തന്നെ ആണെങ്കിലും 2 പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വീണ്ടും ഈ വാക്കുകൾ തന്നെ ആവർത്തിച്ചിരുന്നു. അതെങ്കിൽ 10 മിനിറ്റിൽ ഞാൻ ആയി കഴിയുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഈ മാസം അവസാനം അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും പ്രശ്നം ഉടനെ പരിഹരിക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. 100% പ്രതീക്ഷയിലാണോ ഇവിടുത്തെ ജനങ്ങളടക്കം? തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഒത്തിരി പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഏറെ പ്രതീക്ഷയുള്ള മക്കളാണ്. കാരണം നമുക്കറിയാം ഈ സമരം തുടങ്ങിയതും നിങ്ങൾ ഗുഡ് ന്യൂസ് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്നതും ഓരോ രാഷ്ട്രീയ പാർട്ടികളും വന്ന് ഒത്തിരിയേറെ പ്രതീക്ഷകൾ ഞങ്ങൾക്ക് നൽകി. ആ പ്രതീക്ഷകളെല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ അവരെ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നും ഞങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതീക്ഷ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മുനമ്പം വിഷയത്തിൽ മാധ്യമങ്ങളും മൗനം പാലിക്കുകയാണ്. റീൽ യുഗത്തിൽ വി.ഡി. സതീശന്റെ വീഡിയോകളും ഷോർട്സുകളും എടുത്ത് വൈറലാക്കുവാൻ മത്സരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് മുനമ്പത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മുഖ്യമന്ത്രിയോട് ചോദിക്കാത്തത്? പ്രതിപക്ഷത്തായിരുന്നപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞ വാഗ്ദാനം ഇന്ന് ഭരണാധികാരിയായിരിക്കുമ്പോൾ പരിഹരിക്കുന്നില്ലേ എന്ന് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചങ്കൂറ്റത്തോടെ ചോദിക്കാത്തതെന്ന് മുനമ്പം ജനത ചോദിക്കുന്നു. PSC റാങ്ക് ലിസ്റ്റ് നീട്ടിയും സിൽവർ ലൈൻ റദ്ദാക്കിയും ജനങ്ങളുടെ മനസ്സുകുളിർപ്പിച്ച ഈ സർക്കാരിന് മുനമ്പം ഒരു പരീക്ഷണ ഘട്ടമാണ്. വൈകുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ്. സിൽവർ ലൈൻ പരിഹരിച്ച അതേ വേഗതയിൽ മുനമ്പത്തെ മനുഷ്യരെ വഖഫ് ബോർഡിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. 10 മിനിറ്റിന്റെ ആ വാഗ്ദാനം വെറും തിരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നില്ല എന്ന് തെളിയിക്കുവാൻ മുഖ്യമന്ത്രിക്കും ബാധ്യതയുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ് മുനമ്പവും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും.